എത്രത്തോളം ഇത് ഡേഞ്ചറസ് ആണ് എന്നുള്ളൊരു സാധനം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാനിത് പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഒരു ചേച്ചി വിളിച്ചിട്ട് പുള്ളിക്കാരിയുടെ മോളെ ഇങ്ങനെ ആരും ഇങ്ങനെ ഹിപ്നോട്ടിസം ചെയ്തു. അപ്പോൾ അതിന് ശേഷം ഇങ്ങനെ ആള് ബിഹേവിയറിലൊക്കെ ചില ചേഞ്ചസ് ഉണ്ടെന്ന് പറയുന്നു. ഓക്കെ, ഇങ്ങനെ ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു സാധനം പല രാജ്യങ്ങളിലും നിരോധിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്രമാത്രം ഡേഞ്ചറസ് ആണെന്ന് ആലോചിച്ചു. ഇവിടെ ഇമോഷൻസ് ആണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ ഇവിടെ വിറ്റ് പോകുന്നത്. ഇവിടെ ഈ പെർഫോം ചെയ്യുന്ന പല ആൾക്കാരും 1-2 ആഴ്ചയുള്ള ക്രാഷ് കോഴ്സ് പഠിച്ചു വരുന്നവരാണ്. ഹിപ്നോട്ടിസത്തിൻ്റെ ഒരു 2 തിയറി ഇപ്പം നീ നരച്ച് വിലക്കി പഠിച്ചു കഴിഞ്ഞാൽ നിനക്കും ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഇത് അങ്ങനെ ഒരു നിസ്സാരമായിട്ട് തള്ളിക്കളയേണ്ട ഒരു ടോപ്പിക് അല്ല. ഇത് നാളെ ഒരു സുപ്രഭാതത്തിൽ ഈ ഒരു ഇൻഡസ്ട്രി മൊത്തം ബാൻ ചെയ്തു. ഇനിയിപ്പം ഹിപ്നോട്ടിസ്റ്റുകളുടെ സംഘടനകളെല്ലാവരും കൂടി ഇനിയിപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ ചെന്ന് ഉപരോധം ചെയ്യും. മരിച്ചുപോയ ആൾക്കാരെ ഹിപ്നോട്ടിസം വഴി ഇങ്ങനെ ഒരു കാണിച്ചു കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഇതിന് മുമ്പേ സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് വർഷങ്ങൾക്ക് മുമ്പേ നമുക്ക് ഇതിൻ്റെ PDF-ഉം ലെക്ചേഴ്സും എല്ലാം നമ്മുടെ കയ്യിൽ കിട്ടിയതാണ്. അപ്പം ലക്ഷങ്ങൾ ഓഫർ ചെയ്ത് മരിച്ചുപോയ ആളെ എൻ്റെ പ്രിയപ്പെട്ട ഒരാൾ മരിച്ചുപോയി. ചിലപ്പോൾ കാമുകിയായിരിക്കാം, ചിലപ്പോൾ ഭാര്യയായിരിക്കാം, ചിലപ്പം അച്ഛൻ, ഇങ്ങനെ ഒരുപാട് കോളുകൾ അവിടെ നിന്ന് ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്നും നമുക്ക് US നിന്ന് വന്നിട്ടുണ്ട്, UK നിന്ന് വന്നിട്ടുണ്ട്, അറബ് രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട്, കേരളത്തിൽ നിന്നായാലും ഒരുപാട് കോളുകൾ ഉണ്ട്. നിങ്ങൾ ചോദിക്കുന്ന പൈസ തരാം. അനന്തുവിന് ഇത് ചെയ്യാൻ പറ്റാത്ത കാര്യവും ഇത്രയും വേറെ ഇവിടെ ഇപ്പം മെന്റലിസം ബേസിക് കോഴ്സ് ഓൺലൈൻ വഴി പഠിച്ചിറങ്ങുന്ന ഓരോ കൊച്ചു കുട്ടികൾ റോഡ് സൈഡിൽ കാണാൻ ഡേ വാ നിന്റെ മരിച്ചു അച്ഛനെ ഞാൻ കാണിച്ചു ഇനി വരാൻ പറഞ്ഞ് വിളിച്ച് കാണിക്കുന്ന സംഭവം മെന്റലിസം ഇൻഡസ്ട്രിയിൽ ഇത്രയും ഒരു പുരോഗതി മെന്റലിസം ഇൻഡസ്ട്രിക്ക് ഉണ്ടാക്കി ആ ഒരു ഫീൽഡ് ഉണ്ടാക്കി അനന്തുവിന് ചെയ്യാൻ പറ്റാന്ന് വെച്ചാൽ ഞങ്ങൾ മെന്റലിസ്റ്റ് അനന്തുവിന്റെ ടീമും മരിച്ചുപോയ ആളെ കാണിച്ചു തരിക, ഫ്രണ്ടിൽ പുലി നിൽക്കുന്നവർ കാണിക്കുക, ഈ ടൈപ്പ് ഒന്നും ഞങ്ങൾ ചെയ്യത്തില്ല. എടാ, സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇങ്ങനെ പറഞ്ഞാലും ചിലപ്പോൾ ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാർക്ക് അതിലൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല. ഇവർ ഇതെന്താ ഹിപ്നോട്ടിസം എന്താ മീൻസ് ഓഡിയോ ആയിട്ട് കേൾക്കുന്ന ആൾക്കാർക്ക്. അപ്പം ബെറ്റർ നിങ്ങൾ ആ ഒരു വീഡിയോ യൂട്യൂബിൽ നമ്മൾ ഇതിനെതിരെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരു പ്രശ്നം. അതായത് മരിച്ചുപോയ ആൾക്കാരെ ഹിപ്നോട്ടിസത്തിൽ കാണിച്ചു കൊടുക്കുന്നതിൻ്റെ കുറച്ച് ഡീമെറിറ്റ്സ് കാര്യങ്ങൾ കുറച്ചധികം ഉണ്ടാവും. നമ്മളിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മെയിൻ യൂട്യൂബ് ചാനലിൽ ആ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് മറ്റേ ഇങ്ങനെ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതുകൂടെ കൊടുത്തു കേട്ടോ. അത് കണ്ടാലേ കുറച്ചുകൂടെ ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അവൻ പറഞ്ഞ പോലെ നമുക്ക് ചെയ്യാമായിരുന്നു, പക്ഷേ ചെയ്യാതിരുന്ന പ്രധാനമായിട്ടുള്ള കാര്യം ഈ പറഞ്ഞ ട്രോമ ബിൽഡ് ചെയ്യും എന്നുള്ളത് തന്നെയാണ്. കാര്യം നമ്മൾ വിചാരിക്കും പോലെയല്ല, പല ആൾക്കാരും പല രീതിയിലുള്ള സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിലൂടെയൊക്കെ കടന്നു പോകുന്ന ആൾക്കാരാണ്. അപ്പം ഏത് രീതിയിൽ ഇപ്പം നമ്മളിപ്പോൾ ഒരാളിനെ കാണുമ്പോഴത്തേക്കും ചെന്ന് സർവേ അവരെ ചെന്ന് ഇത്രയും ലിസ്റ്റ് എടുക്കേണ്ടി വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾ ഇന്ന സിൻഡ്രോം ഉണ്ടോ, ഇന്ന ഡിഫക്റ്റ് നിങ്ങൾക്ക് ഉണ്ടോ, നമ്മൾ ഈ മെഡിക്കൽ ചെക്കപ്പിനൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് എടുക്കുന്ന പോലെ. അപ്പോൾ അതൊക്കെ ഇവിടെ എത്ര പേര് പ്രാക്ടിക്കലി എടുത്ത് കൊണ്ടുവരുന്നു. ഇനിയിപ്പോൾ അത് എടുത്ത് കൊണ്ടുവന്നാലും ഇങ്ങനൊരു ട്രോമ ക്രിയേറ്റ് ആവുന്ന ഒരു സാധനം ചെയ്യുമ്പോൾ അതിനെ ലാസ്റ്റ് അത് നമ്മളൊരു അവസാനിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. അവർ മരിച്ചുപോയ ആൾക്കാരെ കാണുന്നു, എക്സ്പീരിയൻസ് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് തിരിച്ചവരെ ബാക്ക് ടു ലൈഫിലോട്ട് നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരുന്ന ഒരു റിയാലിറ്റിയിലോട്ട് കൊണ്ടുവരുന്ന ഒരു സാധനമുണ്ട്. ഈ ഒരു സ്ഥലത്താണ് എല്ലാവർക്കും പാളി പോകുന്നത്. അപ്പം ഇത് ഒന്നല്ല, ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ട് ഭയങ്കര ഒരു വിഷമമായിട്ടും കംപ്ലൈൻറ്റും ഒക്കെ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ കുറേ നാളുകളായിട്ട്. ഇപ്പം അതിൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, സാധാരണക്കാരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. ഒരു ചേച്ചി വിളിച്ചിട്ട് പുള്ളിക്കാരിയുടെ മോളെ ഇങ്ങനെ ആരും ഇങ്ങനെ ഹിപ്നോട്ടിസം ചെയ്തു. അപ്പോൾ അതിന് ശേഷം ഇങ്ങനെ ആള് ബിഹേവിയറിലൊക്കെ ചില ചേഞ്ചസ് ഉണ്ടെന്ന് പറയുന്നു. സൈക്കോളജിസ്റ്റുകൾ പരിചയമുള്ള ഒരുപാട് ആൾക്കാർ, പ്രൊഫഷണൽസ് വിളിക്കുന്നുണ്ട്, ഡോക്ടേഴ്സ് വിളിക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ കൂടെ സൈക്കോളജിസ്റ്റ് ഉണ്ടല്ലോ, ഒബിയസ്ലി നീ കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ട് ഒത്തിരി ആൾക്കാരായിട്ട്. അപ്പൊ ഈ ഫോറെവർ ഒരാൾ ട്രാൻസിലോട്ട് പോവാന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട്. അതായത് ഈ ഒരു സാധനത്തിന്റെ എഫക്ട് ലൈഫ് ലോങ് ബാധിക്കുന്ന ഒരു അവസ്ഥയിലോട്ട്. എടാ, അങ്ങനെ ഒരുപാട് പേര് ഉണ്ടായിട്ടുണ്ട് അബ്രോഡ് പല കൺട്രീസിലും. ഇത് ബാൻഡ് ആണെന്നുണ്ടെങ്കിൽ നീ ആലോചിച്ച് നോക്ക്. ഇതിനൊരു ഇങ്ങനെ ഒരു എന്റർടൈൻമെന്റ് പർപ്പസിന് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു സാധനം പല രാജ്യങ്ങളിലും നിരോധിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്രമാത്രം ഡേഞ്ചറസ് ആണെന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ നമുക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇത് വീഡിയോ ഇടുമ്പോഴത്തേക്കും റീച്ച് കിട്ടുമായിരിക്കും. നമ്മൾ മറ്റേ പുലിയെ കാണിച്ച് പാനിക്കാവുന്നു, അല്ലെങ്കിൽ മരിച്ചുപോയ ആളിനെ കാണിച്ച്. കാര്യം ഇവിടെ ഇമോഷൻസ് ആണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ ഇവിടെ വിറ്റ് പോകുന്നത്. അപ്പം അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പം ഞാനിപ്പോൾ എത്ര ഇതിങ്ങനെ ഒതൻറ്റിക്കായിട്ട് നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാലും ഒരു സാധാരണക്കാരൻ അവരുടെ ഒരു പ്രിയപ്പെട്ട ആൾ മരിച്ചു പോയി കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ അയാളെ വീണ്ടും കാണാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ഒരിക്കലും ചൂഷണം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. പരമാവധി അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇപ്പം നമുക്കിപ്പോൾ ചെയ്യാം, നമുക്കിപ്പം വേറെ നഷ്ടമൊന്നും വരാനില്ല. പക്ഷേ അവരുടെ ലൈഫിൻ്റെ ബാക്കിയുള്ള ഒരു സ്റ്റേജസ് കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം ഈ ഹിപ്നോട്ടിസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് ബാക്കിയുള്ള ഒരു പൊതുജനത്തിൻ്റെ കണ്ണിൽ ഇവരെ കാണുന്ന ഒരു കാഴ്ചപ്പാട് ഹിപ്നോതെറാപ്പി കോഴ്സ് എല്ലാം പഠിച്ചു വന്നിരിക്കുന്ന ആളെ. പക്ഷേ ഇവിടെ ഈ പെർഫോം ചെയ്യുന്ന പല ആൾക്കാരും 1-2 ആഴ്ചയുള്ള ക്രാഷ് കോഴ്സ് പഠിച്ചു വരുന്നവരാണ്. അപ്പോൾ ഞാനിത് പറയുമ്പോഴത്തേക്കും പെർഫോമേഴ്സിനും ചിലപ്പോൾ വിഷമം വരാം. പക്ഷേ ഞാൻ പറയുന്നത്, നിങ്ങളിത് ജെന്യൂനായിട്ട് അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ ട്രോമ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾക്ക് ഇതല്ലാതെ വളരെ മനോഹരമായിട്ടുള്ള പോസിറ്റീവ് അഫർമേഷൻസ് കൊടുക്കുന്ന എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ നിന്നോട് ഞാൻ പറയണടാ, ഇന്നത്തെ നിൻ്റെ ഡേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും എന്നൊരു സജഷൻ ഞാൻ നിനക്ക് തന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേണ്ട, ചുമ്മാ നിന്നോട് ഞാൻ പറയണടാ,
ഭയങ്കര അടിപൊളിയായിരിക്കും, നിനക്ക് ഇന്ന് എന്തോ ഒരു കിടിലൊരു സംഭവം നിനക്ക് വരും. പിന്നെ ഒരു ഹോപ്പാണ് ലൈഫിനെ. അങ്ങനെ നമുക്ക് എന്തെല്ലാം പോസിറ്റീവായിട്ട് ഇതിനെ ചെയ്യാൻ പറ്റും. ഹിപ്നോട്ടിസത്തിൻ്റെ ഒരു 2 തിയറി ഇപ്പം നീ നരച്ച് വിലക്കി പഠിച്ചു കഴിഞ്ഞാൽ നിനക്കും ചെയ്യാന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നല്ലോ, ഒരു മെഡിക്കൽ ഷോപ്പുകാരനും ഒരു ഡോക്ടറും തമ്മിലുള്ള വ്യത്യാസം എത്രത്തോളമാണോ അത്രത്തോളമാണ് ഒരു ഹൈലി ഇത് പഠിച്ചു ചെയ്യുന്ന. ഇപ്പം വിദേശത്തുള്ള പല ഹിപ്നോതെറാപ്പി അല്ലെങ്കിൽ ഹിപ്നോട്ടിസം പെർഫോം ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് വരെ നമ്മൾ ഈ റീസെൻ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അവർ പോലും അവരെൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കരുത്, അതെന്താ നിങ്ങളുടെ നാട്ടിൽ മാത്രം എന്താ ഇത് ഭയങ്കര വേസ്റ്റ് സിനാറിയോ പോകുന്നത്, ബാക്കിയുള്ള രാജ്യങ്ങളിൽ അല്ലെങ്കിൽ സ്ഥലങ്ങളിലൊക്കെ ഇത് കൺട്രോൾ ചെയ്ത് ലിമിറ്റഡ് ആണ്. അപ്പം അവർ പറയണത് ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബാൻ വരും. ബാൻ വന്നു കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും, അതാണ് എൻ്റെ ചോദ്യം. ഇപ്പൊ ഇതിങ്ങനെ എല്ലാവരും ഒരു 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 ഫണ്ടിന് ഇങ്ങനെ ചെയ്തതാണ്. ബീച്ചിൽ പോകുന്നു, മരിച്ച ആൾക്കാരെ കാണിച്ചു കൊടുക്കുന്നു. ഇത് നാളെ ഒരു സുപ്രഭാതത്തിൽ ഈ ഒരു ഇൻഡസ്ട്രി മൊത്തം ബാൻ ചെയ്തു, ഇവരെന്ത് ചെയ്യും? ഞാൻ മറ്റേ വീഡിയോ പറഞ്ഞ സെയിം ചോദ്യമാണ്. ഇവർ ഇനിയിപ്പം ഹിപ്നോട്ടിസ്റ്റുകളുടെ സംഘടനകളെല്ലാവരും കൂടി ഇനിയിപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ ചെന്ന് ഉപരോധം ചെയ്യൂ. ഇതിൻ്റെ ഒരു നിങ്ങൾ പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഇമോഷൻസ് ആയിട്ട് അല്ലെങ്കിൽ എല്ലാവരും ഇപ്പം എനിക്ക് ഒരുപാട് ഹാറ്റേഴ്സ് ഉണ്ട് ഈ ഒരു ഇഷ്യൂ സംസാരിച്ചത് കൊണ്ട്. ഞാൻ ഇതിലൊന്നും ഹൈഡ് ചെയ്തിട്ടില്ല. എനിക്ക് എന്താണോ പറയാനുള്ളത് ഞാൻ ഫേസ് നോക്കാതെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഇതിൽ ഓപ്പൺ അപ്പ് ആയിട്ട് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇപ്പം ഈ ഒരു ഇൻഡസ്ട്രി തന്നെ നമ്മൾ ഇഷ്ടമില്ലാത്ത ഒരുപാട് ഇല്ല. നീ മറ്റേ മെന്റലിസത്തിന്റെ എന്തോ അസോസിയേഷൻ അതല്ല. അതായത് ഇത് എവിടെ തുടങ്ങുന്ന വെച്ചാൽ എനിക്കൊരു ആഡ് വന്നു. ഈ നേരത്തെ നമ്മൾ പറഞ്ഞു ചായ കാശിന്റെ പൈസക്ക് നമുക്ക്, അപ്പൊ ഇതിന്റെ പുറകെ ഞാൻ ആഡ് ക്രിയേറ്റിന്റെ പുറകെ പോകുന്നു. എനിക്ക് ഇവിടെ വളരെ തുച്ഛമായിട്ടുള്ള ഒരു പ്രൈസിന് നിനക്ക് മെന്റലിസം പഠിക്കാം. ഞാൻ ജോയിൻ ചെയ്യുന്നു, കയ്യിൽ നിന്ന് കാശ് മുടക്കി ഞാൻ ജോയിൻ ചെയ്തു. ഞാൻ ആ ഗ്രൂപ്പിൽ എൻറോൾഡ് ആയി. ശരിക്കും ഈ ഗ്രൂപ്പിൽ കയറുമ്പോൾ തന്നെ ശരിക്കും പ്രൊപ്പഗണ്ട അജണ്ട ഒന്നും പറയണ്ട. പക്ഷെ ഇവർക്ക് ഇനിഷ്യലി എനിക്ക് ആദ്യം ഞാൻ ചെന്ന ഗ്രൂപ്പിൽ കയറുമ്പോൾ ഞാൻ കാണുന്നതിനെ കുറിച്ചുള്ള നല്ല ഒന്നാന്തര ഹേറ്റ് ക്യാമ്പയിനായിരുന്നു. ഇത് അജണ്ടയാണോ പ്രൊപ്പഗണ്ടയാണോ എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷെ ശരിക്കും ഒരു ഹേറ്റ് ക്യാമ്പയിനാണ്. മേ ബി അനന്ത് ആ സമയത്ത് ഇട്ട വീഡിയോസിന്റെ ആയിരിക്കാം. പക്ഷെ ആ സമയത്ത് ആ ഗ്രൂപ്പിലെ ഹോട്ട് ടോപ്പിക് മെന്റലിസ്റ്റ് അല്ല, മെന്റലിസ്റ്റ് അനന്തായിരുന്നു. മെന്റലിസ്റ്റ് അനന്തു ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ കരിയറിനെല്ലാം അനന്തു ചെയ്യുന്നത് കറക്റ്റ് ആണ്, ബാക്കിയുള്ളവർ ചെയ്യുന്നത് റോങ് ആണ്, അനന്ത് നമ്മളെ കരിവാരി തേക്കാൻ നോക്കുകയാണ്, ഈ ഒരു രീതിയിൽ. ശരിക്കും അപ്പൊ ഞാൻ ഒരു സൈൻ എന്ത് ഇതിപ്പോ ഞാൻ ഇന്ന് കേട്ടു, എനിക്ക് അനന്തുവിനെ അറിയാം, അതുകൊണ്ട് ഞാൻ അനന്തുവിനെ ആ സെൻസ് കണ്ടു. പക്ഷെ ആ ഗ്രൂപ്പില് അറൌണ്ട് ഒരു 600 അല്ലെ ഒരു 300 ആൾക്കാരുണ്ട്. സെക്കൻഡ് ഗ്രൂപ്പ് അങ്ങ് ഉണ്ടാവും. മെന്റലിസം ഗ്രൂപ്പ് 1, മെന്റലിസം ഗ്രൂപ്പ് 2 അങ്ങനെ സെക്കൻഡ് ഗ്രൂപ്പ്. അപ്പൊ മോസ്റ്റ്ലി ഒരു 700-800 പേര് കാണും. ഈ ഗ്രൂപ്പുകളെല്ലാം ഒന്നൊരേ കണ്ടിട്ടാണ്. അപ്പൊ ഇത്രയും പേരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിൽ മെസ്സേജ് വരുന്നുണ്ട്. ഇതിൽ എത്ര പേർക്ക് അറിയാം പേഴ്സണലി? എനിക്ക് പേഴ്സണലി അറിയാന്നുള്ളത് എനിക്ക് മനസ്സിലാവും. പക്ഷെ പേഴ്സണലി അറിയാവുന്ന ആൾക്കാരല്ല അതിൽ വരുന്ന പതിവുള്ള ആൾക്കാർ. അത്രയും പേർക്കും എനിക്ക് സങ്കടം വന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വോയിസ് ഇങ്ങനെ കേട്ട സമയത്ത് അത് ആ ആളിനെ ആ വോയിസ് പറഞ്ഞ ആളിനെ എനിക്ക് പേഴ്സണലി അറിയാം. ഈ പെർട്ടിക്കുലർ വ്യക്തി എൻ്റെ അടുത്ത് വന്നിട്ട് ഇപ്പുറത്ത് വന്നിട്ട് ബ്രോ വെൽ ഡൺ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ തംസപ്പ്. അപ്പോൾ അതൊക്കെ കാണുമ്പോഴും പിന്നെ ബേസിക്കലി ഞാൻ എങ്ങനെ ഇപ്പം എന്നെക്കുറിച്ച് എന്ത് പറഞ്ഞാലും ഞാൻ അങ്ങനെ ഇപ്പം വറീഡ് ആവുന്ന ഒരാളല്ല. ഓക്കെ, ഇപ്പം ലാലേട്ടൻ പറഞ്ഞ പോലെ ലാലേട്ടൻ ഒരു തുടരും സിനിമയിലെ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ തരുൺമൂർത്തി പറഞ്ഞൊരു ഇൻസിഡന്റ് ഉണ്ട്. ലാലേട്ടന്റെ ഒരു ട്രോൾ ഇങ്ങനെ പുള്ളി തന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നേ. എന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ പുള്ളി ഇങ്ങനെ അത് തന്നെ നോക്കിയിട്ട് തരുൺമൂർത്തി ഇങ്ങനെ തരഞ്ചേട്ടൻ ഇങ്ങനെ ഇരിക്കുകയാണ്, ലാലേട്ടൻ ഇങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്ന് നോക്കിയിട്ട് ലാലേട്ടനെ ഭയങ്കരമായിട്ട് വേസ്റ്റ് ആയിട്ട് എന്താ ബോഡി ഷെയിം ചെയ്ത ട്രോളാണ്. നോക്കിയിട്ട് ഞാൻ ഇവനോട് എന്ത് ചെയ്തു മോനെ തള്ളിക്കളഞ്ഞൊരു. അപ്പം ഇതൊക്കെ ഉണ്ടാവുന്നതിൻ്റെ എനിക്കിതിൻ്റെ ഒരു കോർ എവിടെ നിന്നാണെന്ന് എനിക്കറിയാം. കാര്യം പണ്ടൊക്കെ ഉണ്ടായിട്ടുള്ള ഇപ്പം കുറേ ക്ലാഷസ് ഒക്കെ നമുക്ക് ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം പണ്ട് മുതലേ ചിലപ്പം ചെറിയ എന്തെങ്കിലും ഇഷ്ടക്കേടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ ഉള്ള ഒരു ഫയർ ചിലപ്പം ഒരു ഹേറ്റ് ക്യാമ്പയിനിലോട്ട് പോകുന്നതായിരിക്കാം. പിന്നെ അവരുടെ കീഴിൽ വരുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു ഹേറ്റ് ക്യാമ്പയിൻ കൊടുക്കുന്നതാവാം. പക്ഷേ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടാനും ഇഷ്ടപ്പെടാതിരിക്കാനുള്ള എല്ലാം അപ് ടു അവരുടെ അല്ലേ. അപ്പം എല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്, ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതിരിക്കാം. പക്ഷേ അൾട്ടിമേറ്റ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോയിന്റിന്റെ റെലവൻസ് ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. അല്ലാതെ ഇപ്പം എന്നെ ഹേറ്റ് ചെയ്തുകൊണ്ടോ അതൊന്നും നമുക്ക് വലിയ പ്രശ്നമല്ല. പിന്നെ കരിവാരി തേക്കുന്നതിൻ്റെ ആ സാധനം പറഞ്ഞപ്പോഴത്തേക്കും എടാ നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത്, നമ്മളൊന്നെങ്കിൽ നമ്മുടെ ഷോസ് അല്ലെങ്കിൽ എൻ്റെ കാടും മലയും കയറി നിറങ്ങുന്നുള്ള പരിപാടി. ഇതിൻ്റെ ഇടയിൽ സത്യം പറഞ്ഞാൽ നമുക്ക് കരിയും ഓയിലൊന്നും തേക്കാനുള്ള സമയമൊന്നും ഇല്ല. ഒന്നെങ്കിൽ നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ റേഞ്ചില്ല, അപ്പൊ മനസ്സിലായി ഓക്കെ ഹൈ റേഞ്ചിലാണ്. അല്ലെങ്കിൽ നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ സ്വിച്ച് ഓഫ് ആണ്, അപ്പൊ മനസ്സിലായി. നമ്മൾ ആ വീഡിയോ ഇട്ട സമയത്തും അതിൽ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിലും എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, ഇവരൊന്നും ആക്ച്വലി എന്നെ മനഃപൂർവ്വം വെറുക്കുന്ന അല്ലെ ഇവരുടെ മനസ്സിലൊരു ഞാൻ അന്ന് മറ്റേ ഇതിൽ പറഞ്ഞൊരു കാര്യമാണ്.
നമ്മളൊരു കാര്യത്തിൽ വിശ്വസിച്ച് അല്ലെങ്കിൽ നമ്മളൊരു കാര്യത്തിൽ നമ്മുടെ പണമോ നമ്മുടെ അധ്വാനമോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി അതിനൊരു പ്രശ്നം വരുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കാൻ മനുഷ്യർക്ക് ഉണ്ടാകുന്നൊരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ ആ ഒരു സാധനമാണ് ഇപ്പം നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള പല ആൾക്കാർക്കൊക്കെ അവരവരുടെ പൈസ അല്ലെങ്കിൽ അവരവരുടെ സമയം അവരവരുടെ ഇതെല്ലാം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്ന് ഞാനിങ്ങനെ ഒപ്പോസ് ചെയ്യുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി അവർക്ക് എന്നോട് വെറുപ്പ് തോന്നും, വിരോധം തോന്നും. പക്ഷേ ഇത് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് അക്സെപ്റ്റ് ചെയ്ത് എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരും ഉണ്ട്. അതെ, നമ്മുടെ കൂടെ അക്സെപ്റ്റ് ചെയ്ത് മനസ്സിലാക്കി നിൽക്കുന്ന ഇൻഡസ്ട്രിയിൽ ഇപ്പം ഒരുപാട് പേര്, എത്രയോ പേര് നമ്മളെക്കാട്ടിൽ ഒരുപാട് സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ വരെ പറഞ്ഞു മാറിയത് പുതിയ ആൾക്കാരിൽ കുറച്ച് പേരുണ്ട്. ഞാനിപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് എല്ലാം മാറ്റം വരും അങ്ങനെയൊന്നുമല്ല. പക്ഷെ എന്നാലും ചെറിയ രീതിയിലെങ്കിലും ഞാൻ പിന്നെയും പറയുന്നത്, ഞാൻ പബ്ലിക്കിനെക്കാട്ടിലും ഞാൻ ഇത് അവയർനെസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഫീൽഡിൽ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന പെർഫോമേഴ്സിനോടാണ്. ഇപ്പോൾ പബ്ലിക്കിൻ്റെ അടുത്ത് എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ ഇങ്ങനെ നിങ്ങളെ കുറേ കുറ്റം പറഞ്ഞ് എനിക്ക് വേണമെങ്കിൽ ഇവിടെ ഇരുന്നുകൊണ്ട് അവരൊക്കെ ഇങ്ങനെയാണ് ഇവർക്ക് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പബ്ലിക്ക് ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് വരുന്നത് ചിലപ്പോൾ നിർത്തുമായിരിക്കും. പക്ഷേ അതിൻ്റെയൊക്കെ അൾട്ടിമേറ്റ് എന്തുകൊണ്ട് നിങ്ങൾക്കിത് റിയലൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് എനിക്കിപ്പോഴും മനസ്സിലാവാത്തത്. ഇത്രയും ഹൈലി പ്രൊഫഷണൽസ് ആയിട്ട് ചെയ്യുന്ന, ഇത്രയും പല സ്റ്റേജ് ഷോസ് ചെയ്യുന്ന, ഇത്രയും റെപ്യൂട്ടഡ് ആയിട്ട് പല ആൾക്കാരും അംഗീകരിച്ചിട്ടുള്ള ഇവിടെയുള്ള ഹിപ്നോട്ടിസ്റ്റ് പെർഫോമേഴ്സും മെൻ്റലിസ്റ്റും ചെയ്യുന്ന ചില ആൾക്കാർ, ഇവർക്ക് എന്തുകൊണ്ട് ഇവർക്ക് ഇതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അതിൽ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് മനസ്സിലായത്. ഒന്ന്, പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഇതിൻ്റെ വ്യക്തമായിട്ടുള്ള ടീച്ചിങ്ങോ ഗൈഡൻസോ കൊടുക്കുന്നില്ല. ഇത് തിരിച്ച് ട്രാൻസിലോട്ട് കൊണ്ടുപോയിട്ട് തിരിച്ചെങ്ങനെ കൊണ്ടുവരാം, അല്ലെങ്കിൽ ഇത് ചെയ്താൽ ഇതിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും, ഇത് വ്യക്തമായിട്ട് പഠിപ്പിക്കാത്തതിൻ്റെ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് ഈ മുറിവേദ്യം എന്ന് പറയുന്ന ഒരു അപ്പം അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായിട്ടും നമുക്കിത് പഠിച്ചു വരുന്ന ആൾക്കാരെയും കുറ്റം പറയാൻ പറ്റില്ല. കാര്യം ഇവരിതെങ്ങനെയാണ് പഠിക്കുന്നത്? ഒരു നോർമലി ഒരു ആഡ് കണ്ടിട്ട് ഒരു പരസ്യം കാണുന്നു, നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞല്ലോ ഹിപ്നോട്ടിസം പഠിക്കാം, മരിച്ചുപോയ ആൾക്കാരെ കാണിച്ചു കൊടുക്കുക. അപ്പോൾ അത് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സ് അതിലോട്ട് പഠിക്കണം എന്നുള്ളൊരു സാധനം വരും. പഠിച്ച് വരുമ്പോഴത്തേക്കും അവിടെ കാണുന്ന ഏറ്റവും വലിയൊരു ഒപ്പോസ് ചെയ്ത് നിൽക്കുന്ന ഒരാൾ ചിലപ്പോൾ എൻ്റെ ഫേസ് ഞാനായിരിക്കും. അപ്പം അവർ നോക്കുമ്പോഴത്തേക്ക് അവരുടെ ഒരു മൊത്തം കമ്മ്യൂണിറ്റിയെ മൊത്തം ഞാനിങ്ങനെ ഒപ്പോസ് ചെയ്ത് അവർക്കെതിരെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സീരിയസ്ലി നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ ഒരിക്കലും നിങ്ങളെ ആരെയും പേഴ്സണലി ഹാം ചെയ്യാനോ നിങ്ങളെ ഒപ്പോസ് ചെയ്ത് നിങ്ങളെ ഭയങ്കരമായിട്ട് മോശവൽക്കരിക്കുന്നതിനോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് ആ കഴിഞ്ഞ വീഡിയോ യൂട്യൂബിലിട്ട ആ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിത് പറയുന്നത് നിങ്ങളുടെ ഒരു അവയർനെസ്സിൽ ഇതിൻ്റെ എത്രത്തോളം ഇത് ഡേഞ്ചറസ് ആണ് എന്നുള്ളൊരു സാധനം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാനിത് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഇനിയെങ്കിലും ഒരു മാറ്റം വരട്ടെ. ഇതിൽ ഈ ഹേറ്റേഴ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ഒരു പോയിന്റിൽ നമ്മൾ എടുക്കുന്ന തീരുമാനം ശരിയാണെങ്കിൽ ഒരു പരിധി വരെ അതിനുള്ള പോസിറ്റീവ് ഇമ്പാക്റ്റ് എപ്പോഴെങ്കിലും നമുക്ക് കിട്ടുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. നമ്മൾ എടുക്കുന്ന തീരുമാനം റൈറ്റ് ആണെങ്കിൽ. അതിന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, ഞാൻ അനന്തുവിനായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് ഇടയ്ക്ക്. അനന്തു ഈ ഹിപ്നോട്ടിസത്തെ പറ്റി ഇടയ്ക്കൊക്കെ ഒരുപാട് നമുക്ക് ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ടായി. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഒരു 10-നകത്ത് കോൾ എനിക്ക് വന്നിട്ടുണ്ട്. ഈ 10 കോളും എനിക്ക് അത്രത്തോളം സംതൃപ്തി തന്ന കോളെന്ന് ഞാൻ അനന്തുവിനെ വിളിച്ച് പറഞ്ഞു. അന്ന് തന്നെ അനന്തുവിനെ വിളിച്ചു, അനന്തു റൈറ്റ് ആയിരുന്നു, നീ പറഞ്ഞതൊക്കെ റൈറ്റ് ആയിരുന്നു. കാരണം നമ്മൾ ഇത്രയും ഹേറ്റേഴ്സ് വരും, ഇത്രയും നെഗറ്റീവ് വരും എന്ന് മനസ്സുകൊണ്ട് വിചാരിക്കും. കാരണം ഇത്രയും ഫോളോവേഴ്സ് ഉണ്ടാണ്, അത്യാവശ്യം നല്ല ഫോളോവേഴ്സ് അനന്തുവിനുണ്ട്, അത്യാവശ്യം ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുണ്ട്. അപ്പം ഒരുപാട് ആളുകളുണ്ട്. ഈ ഇത്രയും ആളുകളിൽ ഒരു പേഴ്സൻ്റെങ്കിലും അവർ ഇത് പറയുമ്പോൾ തൊട്ടിനി ഇപ്പം ഹേറ്റേഴ്സ് ആവുമോ എന്ന് ചിന്തിച്ച് പറയാതിരുന്നിരുന്നെങ്കിൽ അതിലൊരു കാരണം. പറഞ്ഞത് ശരിയാണെങ്കിൽ ഇതിനുണ്ടായ ഇമ്പാക്റ്റ് ആണ് ഞാൻ ഈ പറഞ്ഞ 10 കോളുകൾ എന്നെ വിളിച്ച് പറഞ്ഞതെന്ന് ചേട്ടാ. ഞാൻ അനന്തു ചേട്ടൻ്റെ ആ വീഡിയോ കണ്ടോട്ട് ഞാൻ അനന്തു ചേട്ടൻ്റെ അടുത്തുള്ള ഒരു ബഹുമാനം എനിക്ക് പോയി. പക്ഷെ ഞാൻ ഇപ്പം ചേട്ടനെ വിളിക്കാൻ കാരണം എനിക്കൊരു വലിയൊരു സോറി പറയാനാണ്. കാരണം എനിക്ക് കുറച്ചുകൂടെ അതിൻ്റെ ഡെപ്തിലേക്ക് പോയപ്പം ഈ ഒരു എഫക്റ്റിൻ്റെ, ഇപ്പം മരിച്ചുപോയ ആളെ കാണിച്ചു കൊടുക്കുന്നു, പുലിയെ കാണിച്ചു കൊടുക്കുന്നു, ഇങ്ങനത്തേക്കുള്ളൊരു എഫക്റ്റിൻ്റെ എന്താണ് ആ എഫക്റ്റ്, അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്, പോസിറ്റീവാണോ നെഗറ്റീവാണോ ആ ഇമ്പാക്റ്റിൻ്റെ അൾട്ടിമേറ്റ് ഉണ്ടാവുന്നത്, എത്ര ശതമാനം ആ ഒരു ഇമ്പാക്റ്റ് നമ്മൾ ഒരാളെ കാണിച്ചാൽ ആ കാണുന്ന ആൾക്ക് എത്രത്തോളം എത്ര ശതമാനം പോസിറ്റീവ് കിട്ടും. പക്ഷേ ആ കിട്ടുന്നതിൻ്റെ ഇരട്ടിയുടെ ശതമാനം നെഗറ്റീവ് ഇമ്പാക്റ്റ് കിട്ടുമെന്ന് ഈ മൊമെൻറ്റിൽ റിയലൈസ് ചെയ്തുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ചേട്ടൻ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ കയറി നമ്മുടെ ആ നമ്പർ എടുത്ത് ചേട്ടനെ വിളിച്ചത്. ഐ ആം സോറി, നമ്മൾ ഒരു നിമിഷമെങ്കിലും അനന്തു ചേട്ടനെ അത്രയും ഹേറ്റ് ചെയ്തു. കാരണം ഇങ്ങനെ അനന്തു ചേട്ടൻ പറയേണ്ട ഒരു ആവശ്യമില്ല. കാരണം ആ മേഖലയിൽ തന്നെ കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ഫീൽഡാണ് ഹിപ്നോട്ടിസം. അതിൻ്റെ ബേസിൽ വരുന്ന പെർഫോമൻസിനെതിരെ ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് വെച്ച് ഒരുപാട് ആ ചേട്ടനെ നെഗറ്റീവായിട്ട് നമ്മൾ തന്നെ ഹേറ്റേഴ്സായിട്ട് മാറി. പക്ഷേ ഇപ്പം നമുക്കത് മനസ്സിലായി എന്തുകൊണ്ട് അനന്തു ചേട്ടൻ ഇത് പറഞ്ഞു. അനന്തു ചേട്ടന് ചെയ്യാൻ പറ്റുന്ന കാര്യം പോലും അനന്തു ചേട്ടൻ എന്തുകൊണ്ട് ഇത്രയും അത് ചെയ്തില്ല. അത് ബാക്കിയുള്ള മെന്റലിസ്റ്റുകൾക്ക് ചെയ്യാൻ പറ്റും. അനന്തു ചേട്ടന് ഇത്രയും അതിനേക്കാൾ അവർ ചെയ്യുന്നതിൻ്റെ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു എഫക്റ്റ്
എന്തുകൊണ്ട് അനന്തു ചേട്ടൻ ചെയ്തില്ല, എന്തുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല, ചെയ്താൽ ഉണ്ടാവുന്ന നെഗറ്റീവ് എഫക്റ്റ്, ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് എനിക്ക് ആ ദിവസം ആ അനന്തുവിൻ്റെ ഇൻ്റർവ്യൂ ഔട്ട് ഇറങ്ങിയതിന് ശേഷം ഒരുപാട് ദിവസം കഴിഞ്ഞാണ് എനിക്ക് ഒരു 20-25 ഡേയ്സ്, കാരണം ഈ 25 ഡേയ്സ് അവർക്ക് റിയലൈസേഷൻ്റെ ദിവസങ്ങളായിരുന്നു. ഇത് എന്താണ് അനന്തു ചേട്ടൻ ഇങ്ങനെ പറയണില്ല, കാരണം അവർ ചിന്തിച്ചു അനന്തു ചേട്ടൻ നമ്മളെ നെഗറ്റീവായി, നമ്മൾ ഇനി അനന്തു ചേട്ടൻ ഒരു ഫാൻ ആയിരുന്നു, പക്ഷെ നമ്മളിപ്പോൾ ഹേറ്റേഴ്സായി. പക്ഷെ പിന്നെയും നമ്മൾ എന്ത് ഹേറ്റേഴ്സ്, അവർ കുറേ പേര്, കാരണം ഇതിൻ്റെ പിറകെ പോണവർക്ക് മനസ്സിലാവും, പിറകെ അനന്തുവിനെ അപ്പോഴേ ഹേറ്ററായിട്ട് കണ്ട് മാറി നിൽക്കുന്നവർക്ക് ഇത് റിയലൈസ് ചെയ്യാൻ പറ്റത്തില്ല. അവരതിൻ്റെ പിറകെ പോയി, അത് കൊച്ചുകുട്ടികളായാലും ആ ഒരു ചെറിയ പ്രായത്തിലുള്ളവരായാലും ബാക്കിയുള്ള എന്നെ വിളിച്ചവർ ഇങ്ങനെ അതിൻ്റെ പിറകെ പോയിട്ട് ചിലപ്പോൾ പ്രൊഫഷണൽ ഹിപ്നോട്ടിസ്റ്റുകളെ, ക്ലിനിക്കൽ ഹിപ്നോട്ടിസ്റ്റുകളെ അവർ സമീപിച്ച് കാണും. അനന്തു എന്ന് പറയുന്ന ഒരു മെൻ്റലിസ്റ്റ്, നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട മെൻ്റലിസ്റ്റാണ്. പക്ഷേ പുള്ളി ഇങ്ങനെ പറഞ്ഞു എന്താണ് അതിൻ്റെ കാര്യങ്ങൾ, എന്താണ് അതിൻ്റെ നെഗറ്റീവ്, ഇങ്ങനെ അവർ റിയലൈസ് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ റിയലൈസ് ചെയ്ത് ഒരു മൊമെൻറ്റിൽ അവർക്ക് മനസ്സിലായി അനന്തു ചേട്ടൻ പറഞ്ഞ റൈറ്റ്. ആ മൊമെൻറ്റിൽ അവരെന്നെ വിളിച്ചു, അനന്തു ചേട്ടൻ്റെ അടുത്ത് പറയണം, നമ്മൾ തെറ്റിദ്ധരിച്ചു, അനന്തു ചേട്ടൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ നമുക്ക് ഒരുപാട് വിഷമമുണ്ടായി, അതിൻ്റെ പേരിൽ തെറ്റിദ്ധരിച്ചു. പക്ഷേ ഹീസ് റൈറ്റ്. പുള്ളി ഞാൻ തന്നെ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യാം, നമ്മളിപ്പോൾ ഷോസിൻ്റെ തിരക്ക്, എനിക്ക് മനസ്സിലായി, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഈ കോളുകളിൽ, കാരണം നമ്മളെ തെറി വിളിക്കാൻ വരെ ഇടയ്ക്കാനും ഇപ്പോൾ കോളുകൾ വന്നിട്ടുണ്ട്. അതിനുശേഷം ഇങ്ങനെ ഒരു കോൾ ഞാൻ ഉറപ്പായിട്ടും ഞാൻ ഇത് അനന്തുവിൻ്റെ അടുത്ത് പറയാം, നിങ്ങൾക്ക് സമയം കിട്ടി. നമ്മളിപ്പോൾ ഒരു ഷോസിൻ്റെ തിരക്കില്ല, നമ്മൾ എറണാകുളത്തോ സംതിങ് ഏതോ ഒരു ഷോയുടെ തിരക്കിലൊക്കെയാണ് ചില കോളൊക്കെ വരുന്നത്. ഞാൻ പറഞ്ഞു ഷോ ഒക്കെ കഴിഞ്ഞിട്ട് എന്നെ പിറ്റേ ദിവസം നമ്മൾ ഫ്രീ ആകുമ്പോൾ ഏതെങ്കിലും ദിവസം എന്നെ ഒന്ന് വിളിച്ചാൽ മതി, അനന്തുവിനെ ഞാൻ കണക്ട് ചെയ്ത് തരാം. ഈ സന്തോഷം അനന്തുവിൻ്റെ അടുത്തൂടെ പറയും. അപ്പോൾ പുള്ളിക്ക് വന്നൊരു ഇതാവും, കാരണം പുള്ളി പറഞ്ഞത് നിങ്ങൾ ആ രീതിക്ക് റിയലൈസ് ചെയ്തല്ലോ എന്നൊരു. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, നമ്മൾ എടുക്കുന്ന ഡിസിഷൻ റൈറ്റ് ആണ് എന്ന് നമുക്ക് 100% ഉറപ്പുണ്ടെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ അല്ലെങ്കിൽ പോലും ഏതെങ്കിലും ഒരു മൊമെന്റിൽ, പക്ഷെ നമുക്ക് ഞാൻ പറഞ്ഞില്ല ആ ഇന്റർവ്യൂ തുടങ്ങി 25-30 ദിവസം എടുത്തു, പക്ഷെ ആ 30 ദിവസം ആയാൽ പോലും അത് എന്താണെന്ന് മനസ്സിലാക്കി. ഇത് നമുക്ക് അത്രയേ ഉള്ളൂ. ഒരു വർഷം കഴിഞ്ഞു ആയിക്കോട്ടെ, ഒരു വർഷം കഴിഞ്ഞാലും 30 ദിവസം എന്നുള്ളത് ഞാൻ അതിൻ്റെ അടുത്ത് പറഞ്ഞു, അത് 30 ദിവസം ആയിട്ട് പോലും നമുക്ക് 25 ദിവസത്തിനകത്ത് ഇത്രയും 10ഓളം കോളുകളൊന്നും ഇങ്ങനെ അവർ പറഞ്ഞു, അവർക്ക് റിയലൈസ് ആയി. പക്ഷേ ഒരു വർഷം എടുത്തോട്ടെ, കുഴപ്പമില്ല, അവർക്കിത് മനസ്സിലാവും, എപ്പോഴെങ്കിലും അവർക്ക് മനസ്സിലാവും. അറ്റ് ദ മൊമെന്റ് അവർക്ക് മനസ്സിലാവും അവർ ഈ ചെയ്തുകൊണ്ടിരുന്നതൊക്കെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ഈ മരിച്ചുപോയ ആളെ കാണിച്ചു കൊടുക്കുന്നതും പുലിയെ കാണിച്ചു കൊടുക്കുന്നതും ഇതൊക്കെ ഇതിനപ്പുറം എത്രയോ ക്രിയേറ്റീവ് അവർക്ക് ചെയ്യാം. അതിനുള്ള ഒരു സ്പേസ് നമ്മുടെ ഇൻഡസ്ട്രിയിലുണ്ട്, നമ്മുടെ ഈ നാട്ടിലുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എന്തുകൊണ്ട് അവർ ഇതിലേക്ക് ഒതുങ്ങിപ്പോകുന്നു?